യാത്ര തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണത്തിലേക്കാണ്. സഞ്ചാരികളെ അതിൻ്റെ ഭൂപ്രകൃതിയാലും തണുപ്പേറിയ കാലാവസ്ഥയാലും ഏറെ ആകർഷിക്കുന്ന ദ ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷനിലേക്ക്. ഉദകമണ്ഡലം അഥവാ ഊട്ടി തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. തോടവിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്രക്കാർ അവരുടെ മലമുകളിലെ വീടിനെ ഒത്തയ്ക്കൽ മുണ്ട് എന്നാണ് വിളിച്ചിരുന്നതെന്നും പിന്നീടത് ഉദകമണ്ഡലമായി അറിയപ്പെട്ടു എന്നതുമാണ് ചരിത്രം. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയാക്കി മാറ്റിയ ഈ പ്രദേശത്തെ അവർ ഊട്ടി എന്ന് വിളിച്ചു തുടങ്ങുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെ തന്നെയാണ് ഇവിടം സഞ്ചാരയോഗ്യമായത്. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന നീലഗിരി മലനിരകളിലെ മഞ്ഞുപാളികളെയും തേയിലത്തോട്ടങ്ങളെയും യൂക്കാലിപ്സ് മരങ്ങളെയും താണ്ടിയെത്തുന്ന മനോഹരമായ മീറ്റർ ഗേജ് തീവണ്ടിപ്പാത ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഭൂമിയെ തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് ഇവിടെ ഇപ്പോഴും തുടർന്നു വരുന്നത്. തേയിലയും കാപ്പിയും മാറ്റി നിർത്തിയാൽ പ്രധാന വിളകൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കാബേജുമൊക്കെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഊട്ടി. മനുഷ്യനിർമ്മിതമായ തടാകവും ഉല്ലാസകരമായ ബോട്ടിങ്ങും വൈവിധ്യങ്ങളായ ചെടികളാലും പൂക്കളാലും മനോഹരമായ ബൊട്ടാണിക്കൽ ഗാർഡനുമെല്ലാം എന്നെ ഏറെ അതിശയിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസാ പൂന്തോട്ടം. 2000-ലധികം വരുന്ന റോസാ ചെടികളുണ്ട് ഇവിടെ. അത്രയൊന്നും നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ചെറു പട്ടണം തന്നെയാണ് ഊട്ടി. സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾക്ക് ഒരുപോലെ ആതിഥേയമരുളുന്ന നാട്.